സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ സ്തോത്രം ഈ ഭാഗം സ്തോത്രം ഇന്ന് പകല് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം ഞാൻ നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി സ്തോത്രം ഒരു സാക്ഷ്യം പറയാം. സ്തോത്രം, ഞാൻ സ്തോത്രം ജീവ പറഞ്ഞിട്ടുണ്ട്, കരുതുന്നവൻ ഞാനല്ലയോ എന്നുള്ള പാട്ട് പാടണമെന്ന് പറഞ്ഞു. സ്തോത്രം നമുക്ക് ലാസ്റ്റ് പാടാൻ പറ്റാത്തതുകൊണ്ട് അത് ഇടയ്ക്ക് അങ്ങ് പാടിയത്. സ്തോത്രം, ഞാൻ ഇന്ന് പകൽക്കാലം ഈ ഭാഗം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം നമുക്കറിയില്ല, കരുതുന്ന ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കുന്ന ഒരു ഭാഗമാണ് അബ്രഹാം. സ്തോത്രം, മകൻ ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ ഈ യാഗത്തുള്ള മൃഗം എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അപ്പൻ എന്തോ പറഞ്ഞത്? എന്തോ പറഞ്ഞേ? കരുതിക്കോളൂ. ഇത് നമുക്ക് സുപരിചിതം, നമുക്ക് ബന്ധക്കോസുകാർ കാണാപ്പാടാ. അപ്പോൾ ഞാൻ ഈ കരുതുന്ന ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ഭാഗം ഇങ്ങനെ എഴുതുക, ബുക്കിൽ ഇങ്ങനെ നോട്ടിൽ എഴുതുക. സ്തോത്രം, യഹോവീരെ യഹോവ കരുതുന്ന ദൈവം, ഇത് പറയാൻ വേണ്ടി ഇങ്ങനെ നോട്ടിൽ എഴുതിക്കൊണ്ടിരിക്കുക. എൻ്റെ മനസ്സിലോട്ടൊരു ചിന്ത വരിക, എടാ ഇത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനിത് പറയുമ്പോൾ ആൾക്കാർ ഇവൻ ഇതേ ഉള്ള എപ്പോഴും പറയാൻ. സ്തോത്രം, ഈ പുള്ളിക്ക് വേറെ ഒന്നും പറയാനില്ലേ? ആൾക്കാരെന്തോ വിചാരിക്കും, ഇത് തന്നെ വേറെ എന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞ് ഞാനിതിങ്ങനെ സ്തോത്രം അതങ്ങ് വിടുക, അതിനെ അത്ര കെയർ ചെയ്യാതെ വിടുക. എനിക്കൊരു ഫോൺ കോൾ അപ്പം വരിക. സോ നിങ്ങളൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ പറയുന്നത്, എനിക്കൊരു ഫോൺ കോൾ അപ്പം വരിക. സ്തോത്രം, ഈ ഫോൺ കോള് ഫ്യൂച്ചറെ എന്നൊരു ഫാമിലി എന്നെ വിളിക്കുക. സ്തോത്രം, ചില ആഴ്ചകൾക്ക് മുമ്പ് എന്നെ വിളിച്ചു. എന്തിനാ വിളിച്ചതെന്നറിയാം? ഒരു പ്രാർത്ഥന വിഷയം പറയാൻ വേണ്ടിയാണ്. അവർ പറഞ്ഞ പ്രാർത്ഥന വിഷയം, അവർക്ക് വാടക കൊടുക്കാൻ പൈസ ഇല്ലാതെ ഭാരപ്പെടുകയാണ്. ഒരാഴ്ച ടൈം അറബി കൊടുത്തിട്ടുണ്ട്. ആ ഒരാഴ്ചക്കുള്ളിൽ പൈസ കൊടുത്തില്ലെങ്കിൽ, വാടക റെൻറ്റ് കൊടുത്തില്ലെങ്കിൽ അവരെ ഇറക്കി വിടും. സ്തോത്രം, കീ മേടിക്കാൻ വരാൻ പോകുക. എന്നോട് പറഞ്ഞു, പാസ്റ്റേ സ്തോത്രം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ, കാശില്ലാത്തവരല്ല, പക്ഷേ അവരുടെ ജീവിത സാഹചര്യം ഒത്തിരി കടം കയറി അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. പാസ്റ്റേ സ്തോത്രം എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം പാസ്റ്റർ, എന്ത് ചെയ്യണം? അവരുടെ ആ മാനസിക വിഷമം കൊണ്ട് എന്നെ വിളിച്ചതാ. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാനപ്പോൾ അവരോട് ഇങ്ങനൊരു പദം പറഞ്ഞു. സ്തോത്രം സിസ്റ്ററെ, ഹല്ലേലൂയ, സ്തോത്രം, യഹോവ ഈരെ, യഹോവ കരുതുന്ന ദൈവമാണ്. നിങ്ങൾ അടുത്തൊരു 6 ദിവസം നിങ്ങൾ പറ, യഹോവ കരുതും, യഹോവ എനിക്ക് വേണ്ടി കരുതും, യഹോവ എനിക്ക് വേണ്ടി കരുതും, യഹോവ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒരു കരുതൽ ദൈവം ഒരുക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ? സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഈ യഹോവ ഈരെ എന്നുള്ള വേർഡ് നമ്മളൊക്കെ ഇഷ്ടംപോലെ വചനം കേട്ട് നമ്മൾ തഴമ്പിച്ചവരാ. അതാ ഞാൻ പറഞ്ഞത്, മനസ്സിലായി? തഴമ്പിച്ചവരാ നമ്മൾ. സ്തോത്രം, ഇവരും വിശ്വാസികളാണ്. സ്തോത്രം, എന്നെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവർ വിളിക്കുന്നു, ഞാൻ ഫോൺ എടുത്തില്ല. സ്തോത്രം, അല്ലെങ്കിൽ തിരക്കായതുകൊണ്ട് ഫോൺ എടുത്തില്ല. ഇന്ന് ഞാൻ ഈ വേർഡ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വിടാനായിട്ട് നിൽക്കുമ്പോൾ ഇവരുടെ ഫോൺ കോൾ വരിക. ഞാൻ ഫോൺ എടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഞാനൊരു അത്ഭുത സാക്ഷ്യം പറയാനാണ് പാസ്റ്ററിനെ വിളിച്ചതെന്ന് പറഞ്ഞു. സ്തോത്രം, നിങ്ങൾ കേട്ടോണേ, ഹല്ലേലൂയ, ഒരു അത്ഭുത സാക്ഷ്യം. പാസ്റ്റർ എന്നോട് പറഞ്ഞു, യഹോവ ഈരെ, യഹോവ കരുതുന്ന ദൈവമാണെന്ന് പറഞ്ഞു. പാസ്റ്ററെ, ഹല്ലേലൂയ, ഒരാഴ്ച കഴിയുമ്പോൾ എൻ്റെ കീ മേടിക്കാൻ വേണ്ടി അറബി വരാൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അവിടെ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു, പക്ഷെ ഞാൻ 6 ദിവസം പറഞ്ഞു യഹോവ ഈരെ, യഹോവ കരുതുമെന്ന്, യഹോവ ഈരെ, യഹോവ കരുതുമെന്ന്. 6ാമത്തെ ദിവസം ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. 6ാമത്തെ ദിവസം ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. ആ വിഷയത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നടന്നു. മെസ്സേജിൽ കൂടെ എനിക്ക് പറയാൻ താല്പര്യമില്ല. അതിന് പാസ്റ്ററിനെ കഴിഞ്ഞ 2 ദിവസമാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് മനസ്സിലായി, നമുക്കൊക്കെയാ പെന്തക്കോസുകാരൻ, നമുക്കൊക്കെ പല വചനവും പഴകിയത്, സ്തോത്രം, റിപ്പീറ്റഡ്. പക്ഷേ അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാ. ഇന്ന് രാത്രി ആ വചനത്തെ നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ പ്രതിസന്ധിയിൽ ആ വചനം കാച്ചി തുരുമ്പാ. നമുക്ക് എന്താ അത്ഭുതം നടക്കാത്തതെന്നറിയോ? നമുക്ക് പല വചനവും പഴയതാ, ഇത് റിപ്പീറ്റഡാ. വിശ്വസിക്കുന്നത് അത്ഭുതമാ. അപ്പൊ എന്നോട് കർത്താവ് പറഞ്ഞൊരു ദൂത് ഞാൻ പറയാം, അടുത്തത് അതാ പറയാൻ വരുന്നത്. അബ്രഹാം പറഞ്ഞു, മോനെ യഹോവ കരുതുമെന്നല്ലേ പറഞ്ഞത്. അബ്രഹാം കണ്ടു. ഇന്ന് രാത്രി ഒരു ദൂത് കൈമാറാ. നീ ഇന്ന് രാത്രി വിശ്വാസത്തോടെ ചിലത് പറയാൻ റെഡിയാണെങ്കിൽ പറയുന്നത് കാണുന്ന ഒരു സീസൺ ദൈവം എനിക്ക് നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക. ഈ രാത്രി എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റും? ഇന്ന് രാത്രി യഹോവ കരുതുന്ന ദൈവമെന്ന് നീ പറയാൻ തയ്യാറാണെങ്കിൽ പറഞ്ഞത് നീ കാണൂ.